എല്ലാ ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. സ്വകാര്യ ഹോട്ടലുകളും ഒപ്പം തന്നെ അത്തരത്തിലുള്ള സ്വകാര്യ ക്ലബ്ബുകളും ഒക്കെ നടത്തുന്ന നിരവധി പരിപാടികളാണ് കോഴിക്കോടുള്ളത്. നഗരത്തിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതേസമയം 12 മണിവരെ ബീച്ചിൽ ആളുകളുണ്ടാകും. ഒപ്പം തന്നെ നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ മാനാഞ്ചിറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആളുകളുണ്ടാകും. ഞാനിപ്പോൾ നിൽക്കുന്നത് SM സ്ട്രീറ്റിലാണ്. SM സ്ട്രീറ്റിൽ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരല്പം കൂടെ കഴിയുമ്പോൾ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നതുൾപ്പെടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസ് അത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത്. കോഴിക്കോട് ബീച്ചിലായിരിക്കും പ്രധാനമായിട്ട് ന്യൂ ഇയർ ആഘോഷം നടക്കുക. കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് ബീച്ച് എന്ന് പറയുന്നത് ഇത്തരം ഉത്സവ ആഘോഷങ്ങൾക്കുള്ള ഒരു പ്രധാന ഡെസ്റ്റിനേഷൻ കൂടെയാണ്. അതുകൊണ്ട് തന്നെ ബീച്ച് റോഡിലേക്കുള്ള ഗതാഗത സൗകര്യം ക്രമീകരിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പോലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കാണാം, പോലീസ് ഉൾപ്പെടെ കൃത്യമായി തന്നെ സുരക്ഷയും മറ്റു കാര്യങ്ങളും എല്ലാമായി തന്നെ സജീവമായി തന്നെ കോഴിക്കോടുണ്ട്. പുതുവർഷത്തെ വരവേൽക്കാനായി തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്.